തിരക്കും ബഹളങ്ങളൊന്നുമില്ലാതെ പാലക്കാടൻ ഗ്രാമഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന കുറേ വഴികൾ പാലക്കാട് ടൗണിനടുത്ത് തന്നെയുണ്ട്. അതുപോലൊരു വഴിയിലൂടെ നെല്ലറകളുടെ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നടത്തുന്ന ഒരു യാത്രയാണ് ഇന്നത്തേത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെ കാഴ്ചകളും മാറാറുണ്ട്. ജൂലൈ തുടക്കത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത്. നാട്ടിൽ കുറച്ച് മഴയെല്ലാം പെയ്ത് കൃഷിയിടങ്ങളിൽ ഞാറ് നട്ടു തുടങ്ങുന്ന കാലം. ഞാറ് നടാത്ത പാടങ്ങളിലെല്ലാം വെറും വെള്ളം മാത്രമാണ് ഈ സമയത്ത് കാണാൻ കഴിയുക. ആ കാഴ്ചകളും ഒരു പ്രത്യേക ഭംഗിയാണ്. വേനലിൽ വറ്റി വരേണ്ട പുഴകൾക്കെല്ലാം ജീവൻ വെച്ചു വരുന്ന ഒരു കാലം കൂടിയാണത്. വേനൽ മാറി മഴ പെയ്യുമ്പോൾ വറ്റി വരേണ്ട പുഴകളിലൂടെ മഴവെള്ളം ഒരു പുത്തൻ ഉണർവോടെ കുതിച്ചു പായുന്നത് കാണാൻ കഴിയും. അങ്ങനെയുള്ള പുഴകളുടെയും പാടങ്ങളുടെയും കാഴ്ചകളടങ്ങിയ ഒരു വീഡിയോ ആണിത്. ശോകനാശിനി പുഴ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ചിറ്റൂരിലൂടെ കടന്നു വന്ന് പാലക്കാട് ടൗണിലൂടെയെല്ലാം ഈ പുഴ കടന്നു പോകുന്നുണ്ട്. പലയിടങ്ങളിലായി പല പേരുകളിലാണ് ഈ പുഴ അറിയപ്പെടുന്നത്. കൊടുമ്പ് ഓലശ്ശേരി ഭാഗത്തായിട്ടാണ് ഞാൻ ഈ വീഡിയോ പകർത്തിയെടുത്തത്. പുഴ ഒഴുകുന്ന ഭാഗത്തായി കുറേ പാറകളുള്ള കാരണം ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് സമാനമായാണ് ഈ പുഴ ഇതുവഴി ഒഴുകിപ്പോകുന്നത്. നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്രേക്കുകൾ വളരെ അത്യാവശ്യമാണ്. പ്രകൃതി ഒരുക്കുന്ന അത്ഭുത ലോകത്ത് ആ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് സ്വയം മറന്നുപോകുന്ന ചില നിമിഷങ്ങൾ, കുത്തി ഒലിച്ചു പോകുന്ന ഈ വെള്ളത്തിനരികിൽ ഇവിടെ ആ കാഴ്ച നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ കാഴ്ച നോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. മഴക്കാലത്ത് മാത്രമാണ് ഇത്രയും ശക്തിയായി ഇതുവഴി വെള്ളം ഒഴുകി പോകാറ്. വേനലിനോടടുക്കും തോറും ഈ ഭാഗമെല്ലാം വറ്റി വരണ്ടിരിക്കും. ഇതുവഴിയുള്ള യാത്രകളുടെ കുറേ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയാൽ ഇവിടെ വന്നാൽ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒതുങ്ങിക്കിടക്കുന്ന മനോഹരമായ ഗ്രാമങ്ങളുടെ ഒരു കലവറയാണ് പാലക്കാട്. ഇതിനു മുമ്പും പല വീഡിയോയിലും ഇതേ കള്ളുഷാപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. കള്ളുഷാപ്പിന് മുന്നിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ പാടമാണ് ഇന്ന് ഈ ഷാപ്പിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഈ വെള്ളത്തിൽ കള്ളുഷാപ്പിൻ്റെയും പിന്നിലുള്ള തെങ്ങുകളുടെ എല്ലാം റിഫ്ലക്ഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടെ ചെറിയൊരു ഇളം കാറ്റും. ചില ഫ്രണ്ട്സ് എല്ലാം പാലക്കാട് ഏറ്റവും ഭംഗിയുള്ള കള്ളുഷാപ്പ് എവിടെയാണ് എന്നെല്ലാം തിരക്കിയപ്പോൾ ഈ കള്ളുഷാപ്പാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഷാപ്പിനകത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ കള്ളുഷാപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം ഈ കള്ളുഷാപ്പ് കണ്ടത് മുതൽ മനസ്സിനകത്തുണ്ട്. ഇന്ന് തൽക്കാലം പുറത്തു നിന്ന് ഈ കള്ളുഷാപ്പിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു കള്ളുഷാപ്പിൻ്റെ തീമിൽ ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യുവാണെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഏകദേശം വൈകുന്നേരം ഒരു 4-4:30 കൂടിയാണ് ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കള്ളുഷാപ്പിലെല്ലാം തിരക്ക് കൂടും. നാട്ടിലെ ചായക്കട പോലെ തന്നെയാണ് അവിടുത്തെ കള്ളുഷാപ്പും. ജോലിയെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയം അതിൽ ചില ആളുകൾ സുഹൃത്തുക്കളായി സമയം ചിലവഴിക്കാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കള്ളുഷാപ്പ്. ഇതുപോലുള്ള നാടൻ കള്ളുഷാപ്പുകളുടെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കുറേയേറെ ഫാമിലി കള്ളുഷാപ്പുകളെല്ലാം വന്നു തുടങ്ങി. കള്ള് മാത്രമല്ല, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞാണ് പലരും കള്ളുഷാപ്പുകൾ തേടി പോവാറ്. പാടവരമ്പുകൾക്കിടയിലുള്ള വഴിയിലൂടെ ഈ കള്ളുഷാപ്പിലേക്കുള്ള നടത്തം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പാടത്ത് മീൻ പിടിക്കാനായി വരുന്ന കുറേ പക്ഷികളെല്ലാം കാണാൻ കഴിയും. ഇതുപോലുള്ള പക്ഷികളെല്ലാം ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. പുഴ കണ്ടു, കള്ളുഷാപ്പ് കണ്ടു, കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ ഗ്രാമക്കാഴ്ചകൾ ഈ വഴിയിലായുണ്ട്. ഈ വഴിയിൽ നെൽപ്പാടങ്ങൾക്കിടയിലായി കുറേ പഴയ തറവാടുകളും കാണാൻ കഴിയും. ഇവിടെ അടുത്തായാണ് OV വിജയൻ സ്മാരക മന്ദിരമുള്ളത്. ഒരു പഴയ കളപ്പുരയാണ് അവിടെ ഉള്ളത്. ഈ പാടങ്ങൾക്കിടയിലൂടെയെല്ലാം ചെറിയ ചെറിയ വഴികൾ പോകുന്നുണ്ട്. ആ വഴികളിലൂടെ എത്ര അകത്തേക്ക് പോകുന്നു അത്രയും നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുക. ഇതുപോലെയുള്ള കാഴ്ചകളാണ് ഞാൻ പറഞ്ഞു വന്നത്.
ഒരു ലക്ഷ്യസ്ഥാനമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് നിർത്തി ഇടയ്ക്കുള്ള കാഴ്ചകളെല്ലാം കാണാൻ കഴിയുക. ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങനെ ഒന്നാണ്. മനസ്സിൽ ആഗ്രഹിച്ചത് ചില പാലക്കാടൻ ഗ്രാമക്കാഴ്ചകൾ. നിശ്ചലമായ ഈ കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഒരു കണ്ണാടി കാണാം. മരങ്ങളുടെയും മേഘങ്ങളുടെയും പ്രതിഫലനം ഈ വെള്ളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല, വിവിധ തരം പക്ഷികളും ജീവജാലങ്ങളും ചിത്രശലഭങ്ങളെല്ലാം ഈ കുളത്തിനരികിലുണ്ട്. കുളത്തിനും പാടങ്ങൾക്കുമരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ലളിതമായ സന്തോഷത്തിൽ സ്വയം അലിഞ്ഞു ചേരുകയാണ് നമ്മൾ. കാരണം ഇതുപോലുള്ള സ്ഥലത്തെത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനകത്തേക്ക് വേറൊന്നും കടന്നു വരില്ല. ഈ കാണുന്ന കാഴ്ചകൾ അതേപടി മനസ്സിനുള്ളിലേക്ക് പകർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. മഴക്കാലത്ത് മാത്രം ജീവൻ വയ്ക്കുന്ന ചെറിയ തോടുകളും അരുവികളെല്ലാം നമ്മുടെ ഈ നാട്ടിലുണ്ട്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ ആർത്തുല്ലസിച്ചൊഴുകുന്ന ഈ അരുവികൾ കാണുമ്പോൾ എന്നും ഇതിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. കൊടുമ്പ്, ചിറ്റൂര്, ഓലശ്ശേരി, പെരുവമ്പ് വഴിയെല്ലാം ഇത്രയും ഭംഗിയാവാൻ കാരണം ഇവിടെയുള്ള നെൽപ്പാടങ്ങളാണ്. രാവും പകലുമുള്ള കർഷകരുടെ അധ്വാനമാണ് ഈ ഭംഗിയുടെ കാരണം. ഇതുവഴിയെല്ലാം യാത്ര ചെയ്യുമ്പോൾ സമയപരിധികളില്ലാതെ അവർ ഈ നെൽപ്പാടങ്ങളിൽ പണിയെടുക്കുന്നത് കാണാൻ കഴിയും. ഈ നാട്ടുംപുറങ്ങളിലെ സൗന്ദര്യം എല്ലാവർക്കും ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങൾ തേടി വരുന്നവർ ഈ നാട്ടുകാരെയും ഇവിടുത്തെ കർഷകരെയും ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഇതെല്ലാം ആസ്വദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും. പിന്നീട് അവിടെ ജീവിക്കേണ്ടത് അവരാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ആവാനാണ് ശ്രമിക്കേണ്ടത്. പ്ലാസ്റ്റിക് പോലുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ ഒരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.